ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ UDF-ന്റെ ഭാഗമോ LDF-ന്റെ ഭാഗമോ അല്ല എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇന്ന് ഒരുപാട് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ രാജ്യത്തിൽ നടക്കുന്നത് കൊണ്ടാണ് വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്. നാളിതുവരെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതത് കാലഘട്ടത്തിലെ രാഷ്ട്രീയമായ അവസ്ഥകളെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് അത് രൂപപ്പെടുത്തിയെടുത്തുള്ളത്. അത് മനസ്സിലാക്കുവാൻ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനും സാധ്യമാകേണ്ടതാണ്. കാരണം ഇടതുപക്ഷവും ആഗ്രഹിക്കുന്നത് സംഘപരിവാറിനെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എങ്കിൽ, അവർ ലക്ഷ്യം വെക്കുന്നതാണ് എങ്കിൽ, ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് സാധ്യമാകേണ്ടതാണ്. ദൗർഭാഗ്യവശാൽ 2019-ലെയും അതുപോലെ തന്നെ 2024-ലെയും അവർക്കേറ്റ പരാജയത്തെ തുടർന്ന് ഇടതുപക്ഷം കേരളീയ സമൂഹത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടിനോടാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി സന്ദർഭാനുസൃതം വിയോജിച്ചു പോന്നിട്ടുള്ളത് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ അല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിഷയം. സംഘപരിവാർ എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അത്തരം സംഘപരിവാർ വിരുദ്ധ സമീപനം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഘട്ടത്തിൽ അതിനെ അതിൻ്റെതായ രാഷ്ട്രീയമായ ജനാധിപത്യ മര്യാദയോടുകൂടി മനസ്സിലാക്കുന്നതിന് പകരം അത് തങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ പരാജയത്തെ മുൻനിർത്തിക്കൊണ്ട്, ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ടുള്ള അപകടകരമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇന്ന് കേരളത്തിൽ CPM നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അത് CPM-ന് ഗുണകരമായ രാഷ്ട്രീയ നീക്കമല്ല. അതുപോലെ തന്നെ പലരും സൂചിപ്പിക്കുന്നത് പോലെ അത് കേരളത്തിന് ഗുണകരമായ ഒരു രാഷ്ട്രീയ നിലപാടല്ല. അത് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന് യഥാർത്ഥത്തിൽ അപകടം വരുത്തുന്ന രാഷ്ട്രീയ നിലപാടാണ്.